സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുപോയ സമൂഹത്തിൽപ്പെട്ട 3 ആളുകളെ കുറിച്ച് പറയുകയാണ്. നാം കേട്ട കഥയാണ്. ഈ 3 ആളുകൾ സഞ്ചരിക്കവേ ഒരു മഴ പെയ്തപ്പോൾ ഒരു ഗുഹയിൽ കയറി. മഴ ശക്തമായപ്പോൾ പർവ്വതത്തിൽ നിന്നൊരു പാറക്കല്ല് വന്നിട്ട് ഈ ഗുഹയെ അടച്ചു കളഞ്ഞു. ഗുഹ മൂടിക്കളഞ്ഞു. ഇനി എങ്ങനെ പുറത്ത് കടക്കും? അവർ പഠിച്ചതനുസരിച്ച് അവർ പറയാണ്, ജീവിതത്തിൽ സത്യസന്ധമായി നമ്മൾ ചെയ്ത അമല് എടുത്ത് റബ്ബിനോട് ദുആ ചെയ്താൽ രക്ഷപ്പെടാം. ശരിക്കും ശ്രദ്ധിക്കുക. അമലുകൾ ജീവിതത്തിൽ ഒരുപാടുണ്ടാകും. പക്ഷേ നെഞ്ചത്ത് കൈവച്ചിട്ട് ഇത് ഞാൻ എൻ്റെ റബ്ബിനല്ലാതെ വേറൊരാളെയും ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്ന് പറയാൻ പറ്റണം. പ്രതിസന്ധികളിൽ നമ്മെ രക്ഷപ്പെടുത്താൻ അത് സഹായിക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞതെന്താണ്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് മാതാപിതാക്കളുണ്ട്. ഞാൻ ജോലി ചെയ്ത് വന്ന് പാല് കറന്ന് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കുടിക്കാൻ കൊടുക്കും. ഉമ്മയും ഉപ്പയും കുടിച്ചിട്ടല്ലാതെ ഞാൻ എൻ്റെ ഭാര്യക്കോ മക്കൾക്കോ നൽകൂല. ശ്രദ്ധിക്കുക, മാതാപിതാക്കളെയാണ് പരിഗണിക്കേണ്ടത് മറ്റെല്ലാറ്റിനേക്കാളും. അവർക്ക് കൊടുത്തിട്ടേ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കൂ, എൻ്റെ മക്കൾക്കും കൊടുക്കൂ. പക്ഷെ ഒരു ദിവസം ഞാൻ വന്നപ്പോഴേക്കും ഉമ്മയും ഉപ്പയും ഉറങ്ങിപ്പോയി. സാധാരണ ഉറങ്ങാറില്ല. ഞാൻ വൈകി, അവരുറങ്ങി. ഞാൻ പാല് കറന്നു. മക്കൾ എൻ്റെ കാലിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് എന്നെ പ്രയാസപ്പെടുത്തുന്നു. എൻ്റെ കാലിൻ്റെ അടുത്ത് നിന്നിട്ട് പാല് എന്ന് മക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഉമ്മയും വാപ്പയും ഉറങ്ങല്ലേ, എന്നിട്ട് കൊടുക്കാം. ഇപ്പം തൽക്കാലം മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചില്ല. നേരം വെളുക്കുന്നത് വരെ ഞാൻ ഉമ്മയും ഉപ്പയും എഴുന്നേൽക്കുന്നത് കാത്തു നിന്നു. റബ്ബേ, മക്കൾ കരഞ്ഞിട്ടും കൊടുത്തില്ല, ഭാര്യക്കും കൊടുത്തില്ല, ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തിട്ട് മതി എന്ന് ഞാൻ തീരുമാനിച്ചു. റഹ്മാനായ റബ്ബേ, നോക്കൂ നിങ്ങൾ, ആ സമയത്ത് ഒരു മനുഷ്യൻ അവിടെ അല്ല, രാത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തകൾ നോട്ട് ചെയ്യാൻ അവിടെ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. ആ മനുഷ്യൻ അവിടെ അത് തീരുമാനിക്കുന്നത് അൽഹംദുലില്ലാ സത്യസന്ധമായും പടച്ച റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചു. അതുകൊണ്ട് ആ വ്യക്തി പറയാണ്, റബ്ബേ, ഇത് ഞാൻ നിന്റെ പ്രീതി ആഗ്രഹിച്ചാണ് ചെയ്തതെന്ന് നീ അറിയുന്നുവെങ്കിൽ ആകാശം കാണുമാറ്, കാരണം ആകാശം പോലും കാണുന്നില്ല, അത്രയും മറഞ്ഞിരിക്കുന്നു, ആകാശം കാണാൻ വേണ്ടി ഒന്ന് മാറ്റിത്തരണേ. അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന്റെ സിദ്ഖിനെ അംഗീകരിച്ചു. ആ പാറക്കല്ല് അല്പം നീങ്ങിയെന്ന. രണ്ടാമത്തെ ആള് പറഞ്ഞത്, റഹ്മാനായ റബ്ബേ, ഒരു പുരുഷന് ഒരു സ്ത്രീയോട് തോന്നാവുന്ന കുന്തു ഉഹിബ്ബു ഇംറഅതൻ മിൻ ബനാതി അമ്മി കഅശദ്ദി മാ യുഹിബ്ബു റജുലു നിസാ. ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് തോന്നുന്ന താല്പര്യത്തിൽ ഏറ്റവും ശക്തമായ താല്പര്യം എനിക്ക് എൻ്റെ അമ്മാവൻ്റെ മകളോടുണ്ടായിരുന്നു. ഒരവസരം വന്നു, അവൾക്കൊരത്യാവശ്യം വന്നപ്പോൾ ഞാൻ ആ അത്യാവശ്യത്തെ ചൂഷണം ചെയ്തു. പക്ഷെ ആ തിന്മയുടെ അതിലേക്കടുക്കുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീ പറഞ്ഞു, ഇത്തഖില്ലാ, പടച്ചോനെ പേടിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം, നിങ്ങൾ ചെയ്യുന്നത് ഹറാമാണ്, ചെയ്യരുത് എന്ന് ആ സ്ത്രീ ബോധ്യപ്പെടുത്തി. ഉടനെ തന്നെ, അള്ളാഹുവേ, നിന്നെ ഭയപ്പെട്ട് ഞാൻ ആ തിന്മയിൽ നിന്ന് പിന്മാറി. അത്രയും ജീവിതത്തിൽ ആഗ്രഹിച്ച മുഹൂർത്തമായിട്ട് പോലും, അള്ളാഹുവേ, നിന്നെ ഭയപ്പെട്ട് ഞാൻ അതിൽ നിന്ന് മാറി. നിന്നെക്കുറിച്ചുള്ള പേടിയല്ലാതെ വേറൊന്നും എനിക്കവിടെ തടസ്സല്ല. പടച്ചോനെ, നീ അതറിയുന്നുവെങ്കിൽ, അതിലെ ഇഖ്ലാസ്, അതിലെ സത്യസന്ധത നീ അറിയുന്നുവെങ്കിൽ ഈ കല്ല് അല്പം കൂടി മാറണേ റബ്ബേ. അൽഹംദുലില്ലാ, അത് സത്യസന്ധമായിരുന്നു. അള്ളാഹു അംഗീകരിച്ചു. ഇനി 3-ൽ 2 മാറിയതിന് 1 മാത്രമേ മാറാനുള്ളൂ. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞത്, റഹ്മാനായ റബ്ബേ, ഞാൻ ഒരാളെ കൂലിപ്പണിക്ക് നിശ്ചയിച്ചു. വൈകുന്നേരമായപ്പോൾ കൂലി വാങ്ങാതെ അദ്ദേഹം പോയി. ഞാൻ ആ കൂലി ഉപയോഗപ്പെടുത്തി കുറേ പശുക്കളെയും മറ്റുമൊക്കെ വാങ്ങി. അങ്ങനെ ഒരു ദിവസം അത് അദ്ദേഹം കൂലി ചോദിച്ചു വരുന്നു. ഞാൻ പറഞ്ഞു, ഈ കാണുന്ന ആടുകൾ അതല്ലെങ്കിൽ പശുക്കൾ എല്ലാം നിങ്ങൾക്കുള്ളതാണ്. ആ വ്യക്തി ചോദിച്ചു എന്നാണ്, എന്നെ കളിയാക്കാണോ മുതലാളി, നിങ്ങൾ എന്നെ കളിയാക്കാണോ? അദ്ദേഹം പറഞ്ഞു, ഏയ് കളിയാക്കല്ല, ഇത് നിന്റേതാണ്. കാരണം നിനക്ക് തരേണ്ട പൈസയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്, നിനക്ക് തരേണ്ട കൂലിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്, ഇത് നിനക്കുള്ളതാണ്. മുതലാളിമാർക്കൊക്കെ അതിൽ പാഠമുണ്ട്. അള്ളാഹുവേ, അദ്ദേഹത്തോട് ഇത് ചോദിക്കാനോ? ആ വ്യക്തിക്ക് പോലും, അദ്ദേഹം പോലും പറഞ്ഞത് കളിയാക്കാണെന്ന്. എന്നിട്ടും അങ്ങനെ ചെയ്ത ആ മനസ്സുണ്ടല്ലോ, ആ സത്യസന്ധത, ആ നന്മയുടെ, ആ ഹൃദയ വിശാലതയുടെ ആ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു. അങ്ങനെ ആ പാറക്കല്ല് മുഴുവനായി നീങ്ങി 3 ആളുകളും ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു. നിർണായകമായ ആ മുഹൂർത്തത്തിൽ അവരെ രക്ഷിച്ചത്
സത്യസന്ധമായ അവരുടെ ജീവിതത്തിലെ നിലപാടുകളായിരുന്നു എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഈ രൂപത്തിൽ നാമും നമ്മുടെ റബ്ബും തമ്മിലുള്ള സത്യസന്ധമായ ബന്ധമാണ് ഇരുലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്നത് എന്ന്